ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സൂപ്പർ മോയ്സ്റ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മൈദയോ മുട്ടയോ ബിസ്ക്കറ്റോ ബേക്കിംഗ് പൗഡറോ വാനില എസൻസോ അങ്ങനത്തെ ഒരു സാധനവും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റത്തേക്ക് ആണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് കേട്ടോ എല്ലാ മെഷർമെൻറ്റ്സും എടുക്കുന്നത്. നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണിത്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഒരു 10 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ അതേ ഗ്ലാസ്സിലേക്ക് 1 ഗ്ലാസ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ഈ റവ വെച്ചിട്ടാണ്. അപ്പം ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതേ സെയിം ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വരെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതേ സെയിം ഗ്ലാസ്സിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിവിടെ മാറ്റി വെച്ചേക്കുന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ച പാലും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള റവ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്രീമിയായി വന്നിട്ടുണ്ട്. പിന്നെ അതേ സെയിം ഗ്ലാസ്സിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ കൊക്കോ പൗഡർ നമ്മുടെ മിക്സിലേക്ക് അരിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ. കാരണം ഈ കൊക്കോ പൗഡറിൽ ചെറുതായിട്ട് കട്ടകളുണ്ടാവും. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി വരത്തില്ല. എന്നിട്ട് ഞാൻ ഈ മിക്സ് നന്നായിട്ട് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൽ അധികം കട്ടകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 ഗ്ലാസ് പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരേ ഡയറക്ഷനിൽ ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് വരും. അതിൽ കട്ടകളൊക്കെ ഉണ്ടാകുന്നത് കുറവായിരിക്കും. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇരിക്കാൻ. അധികം ലൂസും ആവരുത്, അധികം കട്ടിയും ആവരുത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്ന് നമുക്ക് റെഡിയാക്കാം. അതിനെ ഞാനിവിടെ ഒരു സാധാ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബട്ടർ പേപ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് മൈദ അതിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മൈദ ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി എണ്ണ അതിൻ്റെ പുറത്തുകൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ആ പേപ്പർ അവിടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കേക്ക് വെന്ത് വരുമ്പോൾ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടിൻ ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 പ്രാവശ്യം തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിലെ എയർ ബബിൾസൊക്കെ അതൊന്ന് പോവും. എയർ ബബിൾസ് അതിലുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ പാത്രം അതിലേക്ക് ഞാൻ ഇറക്കി വെക്കുകയാണ്. ഇനി കൃത്യം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. വിസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എക്സൈറ്റ്മെൻറ്റ് കാരണം ഇടയ്ക്ക് കുക്കർ തുറന്നു നോക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി പൊന്തി വരത്തില്ല. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ഇളം ചൂടുള്ള പാല് 1 ടീസ്പൂൺ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു
കത്തി വെച്ചിട്ട് നോക്കുകയാണ്. ഇപ്പോൾ കത്തി ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് നോക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് കത്തി വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുമ്പോൾ അതിനകത്തൊന്നും പിടിച്ചിട്ടില്ല. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമ്മുടെ കേക്ക് പ്ലേറ്റിലേക്ക് വീണിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലെ ബേക്കിംഗ് ഷീറ്റ് കൂടെ ഒന്ന് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ബേക്കായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സോസ് അതിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് സോസ് ഇതിലേക്ക് ഞാനിത് അതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ആ ഓട്ടയിൽ കൂടെ കേക്കിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് ജീരകമുട്ടായി ഉണ്ട്. അപ്പോൾ ഞാൻ ആ ജീരകമുട്ടായി വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് എൻ്റെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇനി ഇതൊന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പോഞ്ചിയും വളരെ മോയ്സ്റ്റും ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദയോ ഗോതമ്പ് പൊടിയോ ബിസ്ക്കറ്റോ ബേക്കിംഗ് സോഡയോ വാനില എസൻസോ മുട്ടയോ തൈരോ പിന്നെ നമ്മുടെ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റും നല്ല മോയ്സ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.